പരിമിതികൾ ഏറെയാണ് പീരിമേട്ടിലെ RRT ടീമിന് ഉള്ളത്. ഇതിനാൽ വന്യമൃഗശല്യം നേരിടുന്ന പീരിമേടിന്റെ വിവിധ മേഖലകളിൽ ഇവർക്ക് യഥാസമയം ഓടിയെത്തുന്നതിനും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. വന്യമൃഗ ആക്രമണം പീരിമേട്ടിൽ രൂക്ഷമായിട്ടും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഒരു നടപടിയും അടിയന്തരമായി ഉണ്ടാകാത്തതിനാൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നിലവിൽ പീരിമേട് RRTക്കുള്ള വാഹനം പോലും കാലപ്പഴക്കം മൂലം ഉപയോഗിക്കുവാൻ ബുദ്ധിമുട്ട് ഉള്ളതാണ്. പെരിയാർ വെസ്റ്റ് ഡിവിഷന് കീഴിൽ പീരിമേട്ടിൽ പ്രവർത്തിക്കുന്ന RRT ഓഫീസിൽ 6 ജീവനക്കാരാണ് ഉള്ളത്. 4 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും 2 വാച്ചർമാരും. നിലവിൽ 9 പേർ വേണ്ട സ്ഥാനത്താണ് ഇപ്പോൾ 6 പേർ മാത്രമുള്ളത്. ഇവയിൽ 3 പേർ അഴുത പമ്പ റേഞ്ചുകളിൽ നിന്നും താൽക്കാലിക ജോലി ക്രമീകരണത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിരിക്കുന്നവരാണ്. പീരിമേട് RRT ഓഫീസിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അവർക്ക് താമസ സൗകര്യങ്ങൾ, കുടിവെള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ വാഹന സൗകര്യങ്ങൾ, ഇതൊന്നും തന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും വാഹനം ഇവിടെ നിയമിച്ചിട്ടുണ്ട്. ആ വാഹനം ഒന്നിൽ അത് കേടായിരിക്കും, അല്ലെങ്കിൽ അത് മറ്റുള്ള ഡ്യൂട്ടികൾക്കാണ് പോകുന്നത്. ഇന്നലെ തന്നെ കുട്ടിക്കാനം തമ്പിക്കൊട്ടാരത്തിൽ നിന്നും ഉഗ്ര വിഷമുള്ള ഒരു പാമ്പിനെ കണ്ടപ്പോഴത്തേക്കിന് ഇവിടെ ഫോൺ ചെയ്തപ്പോഴത്തേക്കിന് അവർക്ക് പോകാൻ സാധിച്ചത് എങ്ങനെയാണ്? സ്വന്തം വണ്ടി ഉപയോഗിച്ചിട്ടാണ് പോകാൻ സാധിച്ചത്. കാരണം വാഹന സൗകര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള പലവിധ ബുദ്ധിമുട്ടുകളാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആനയുണ്ട്, തോട്ടിയില്ല എന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ RRT സംഘങ്ങൾ ഇവിടെ കഴിഞ്ഞുവിടുന്നത്. ഇതിനു മുമ്പൊരു പ്രാവശ്യം വനം വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് 12 പേരെ ഒരു ബറ്റാലിയനായിട്ട് ഇവിടെ നിയമിക്കുക, ഇനി നിങ്ങൾക്ക് വന്യമൃഗമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും വരുത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിലവിൽ 4 ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. 2 പേരെ വണ്ടമ്പനാല് ഭാഗത്തുനിന്നാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടങ്ങൾ അല്ലെങ്കിൽ ഒരു അതിക്രമങ്ങൾ വന്യമൃഗങ്ങളിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥർക്ക് അത് വേണ്ട രീതിയിൽ അതിനെ ഫലപ്രദമായിട്ട് പ്രതികരിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. 2023 വനദിനത്തോട് അനുബന്ധിച്ച് കുട്ടിക്കാനം മരിയൻ കോളേജിൽ വനം മന്ത്രി AK ശശീന്ദ്രൻ എത്തിയപ്പോൾ പീരിമേട് കേന്ദ്രമാക്കി ഒരു RRT ടീം രൂപീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതാണ്. എന്നാൽ അത് ജലരേഖയായി മാറി. പീരിമേട്ടിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന RRT ഓഫീസിൽ ശബരിമല സത്രം മേഖലയ്ക്ക് വേണ്ടി പെരിയാർ വെസ്റ്റ് ഡിവിഷൻ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. പീരിമേട് ഭാഗത്ത് വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുവാൻ എരുമേലി റേഞ്ചിന് കീഴിലുള്ള മുറിഞ്ഞുപുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസിൽ നിന്നും വേണം അംഗങ്ങൾ എത്തുവാൻ. വനം വകുപ്പിന്റെ നിസ്സംഗതയാണ് വന്യജീവി ആക്രമണം വർദ്ധിക്കുവാൻ കാരണമെന്ന ആക്ഷേപമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പീരിമേട്.